പ്രാരംഭമായിട്ട് നമ്മൾ കേട്ടത്, കേൾക്കുന്നുണ്ടോ? പ്രാരംഭമായിട്ട് നമ്മൾ കേട്ടത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യം. അവിടെ നമ്മൾ കേട്ടത്, ഞാന് സൗമ്യതയും ഹൃദയത്തിൽ താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. കാരണം എന്താണ്? ഞാന് സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. എന്നെ ആണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഏത്? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. പിന്നെ എന്നെ പോലെ ആകാനാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? കർത്താവിനെ പോലെ ആകാനല്ലേ? കർത്താവ് ചെയ്തതുപോലെ അത്ഭുതങ്ങൾ ചെയ്യാനൊന്നും അല്ല. പക്ഷെ കർത്താവിന്റെ ജീവിതം, കർത്താവ് ഈ ലോകത്തെ എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കാനാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. അതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് കർത്താവ് പറഞ്ഞത്. എന്താണ്? നിങ്ങള് എന്റെ മുഖം നിങ്ങൾ ഏറ്റെടുക്കുക. മുഖം എന്ന് പറഞ്ഞ എന്താ? ഇപ്പോഴത്തെ പിള്ളേർക്കാർക്കും അറിയത്തില്ല, ഈ വയസ്സന്മാർക്കൊക്കെ അറിയാം. മുഖം എന്ന് പറഞ്ഞാല്, നിങ്ങള് കാളയെ പൂട്ടുന്നത് കണ്ടിട്ടുണ്ടോ? ഉഴുന്നത്, നില ഉഴുന്നത്. രണ്ട് കാളയെ ഒരു 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 തടി കഷ്ണത്തിൽ കെട്ടിയിട്ട് രണ്ടിടത്തായിട്ട്, ഇവിടെയും അവിടെയും കെട്ടിയിട്ട് അതിന് കലപ്പയും വെച്ച് നില പൂട്ടുക, ഉഴുക. അപ്പോ അവിടെ ഉണ്ടാകേണ്ട ഒരു കാര്യമുണ്ട്. രണ്ട് കാളയുണ്ട്. അതിലെ ഒരു കാള എന്ത് ചെയ്യുന്നു? അങ്ങ് പെട്ടെന്ന് ഓടിപ്പോവുകയാണെങ്കിൽ ഉഴല് നടക്കത്തില്ല. അല്ലെങ്കിൽ അതങ്ങ് കിടക്കുകയാണെങ്കിലും ഉഴല് നടക്കത്തില്ല. മറ്റേതിനോട് യോജിച്ചുകൊണ്ട്, കൂട്ടുകാളയോട് യോജിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ, രണ്ട് കാളകളും കൂടെ ഒരേ രീതിയിൽ മുന്നോട്ട് പോയാലേ നില ഉഴാനൊക്കത്തുള്ളൂ. അപ്പോ ആ കൃഷിക്കാരന് അത് ഇഷ്ടപ്പെടും, ആ കാളയെ ഇഷ്ടപ്പെടും. ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്നത് എന്താണ്? ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ് കർത്താവ്. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. കർത്താവ് താഴ്മയും സൗമ്യതയുള്ളവനാണ്. സൗമ്യത, താഴ്മ ഉള്ളവനാണ് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ അവന്റെ കൂടെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് വേണം? നമുക്കും വേണം ആ സൗമ്യതയും താഴ്മയും. നമുക്കും ആ സൗമ്യതയും താഴ്മയും ഉണ്ടെങ്കിലേ അവന്റെ കൂടെ യോജിച്ചു പോകാനൊക്കത്തുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കാളയെ പൂട്ടാനായിട്ട് കൊണ്ടുവരുന്ന ചിലപ്പോ ഈ ചില പുതിയ കാളകളെ കൊണ്ടുവരും. അപ്പോ ഒരെണ്ണം സ്പീഡിൽ ഓടുമ്പോൾ മറ്റേതങ്ങ് കിടക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഉഴാൻ നടക്കത്തില്ല, വളരെ പാടുപെട്ടു പോകും. പിന്നെ അതിന്
അവരുടെ കയ്യില് ഈ ഊഴം വരുന്ന അവരുടെ കയ്യിൽ അതിനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. നല്ല ഒന്നാം തരം വടി, ചാട്ട, ചാട്ട എന്ന് പറയുന്നത് എന്റെയോ ചാട്ട. കർത്താവ് 2 പ്രാവശ്യം ഉപയോഗിച്ച സാധനം യെരൂശലേം ദേവാലയത്തിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചു ആ സാധനം. അത് വെച്ച് നല്ല ഒന്നാം തരം അടി കൊടുക്കുമ്പോ അവൻ അനുസരിച്ചോളും. അപ്പോ അങ്ങനെ ഈ കർത്താവ് നമ്മളോട് പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. ഞാന് സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. നിങ്ങൾക്ക് ഈ സൗമ്യതയും താഴ്മയും ഉണ്ടാകണോ? എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഉണ്ടാകണമെന്ന്. അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ മുഖം ഏറ്റുകൊണ്ട് ഞാൻ എങ്ങനെ പോകുന്നോ അതുപോലെ അതേപോലെ എന്റെ മുഖം ഞാൻ സഞ്ചരിക്കുന്നത് പോലെ നിങ്ങളും സഞ്ചരിക്കണം. ആ മുഖം ഏറ്റുകൊണ്ട് ഞാനും കർത്താവും കൂടെ പോവുകയാണെങ്കിൽ കർത്താവിന്റെ മുഖം ഇവിടെ ഉണ്ട്. ആ മുഖം എന്റെ കഴുത്തിൽ ഞാൻ വെക്കണം. എന്നിട്ട് ഞാൻ അതിന് അധീനനായി നിൽക്കണം. കർത്താവ് മുന്നേ പോവും, മുന്നേ അല്ല മറ്റേ സൈഡിൽ നിന്ന് കർത്താവ് വലത്ത് നിന്നുകൊണ്ട് പോവും, ഞാൻ ഇടത്ത് നിന്നുകൊണ്ട് പോകണം. കർത്താവ് വലത്ത് നിന്നുകൊണ്ട് പോകുമ്പോ ഞാൻ ഇടത്ത് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ മുന്നോട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ ഒക്കുകയില്ല, അവിടെ നിന്ന് പോകും. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നോ അത് നമ്മൾ ചെയ്യണം. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇപ്പൊ ഒരു സാഹചര്യം നമുക്ക് വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കർത്താവായിരുന്നുവെങ്കിൽ എന്തു ചെയ്യും? കർത്താവായിരുന്നെങ്കിൽ എന്തു ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ടിട്ട് ആ കർത്താവ് ചെയ്യുന്നത് നമ്മളും ചെയ്യുക. അപ്പോ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്തു തീർക്കാനായിട്ട് കർത്താവിന് കഴിയും. അത് പ്ലാൻ ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ളത് ഈ കർത്താവാ. നമുക്ക് കഴിവില്ല. ഓ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് കഴിവില്ല. അത് കഴിവില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് കർത്താവിനെ കീഴടങ്ങുക. കർത്താവിനെ കീഴടങ്ങുമ്പോൾ കർത്താവ് എങ്ങനെ പ്രവർത്തിക്കുന്നു അത് കണ്ട് നമ്മളും അത് തന്നെ ചെയ്യുക. അപ്പോ കറക്റ്റ് ആകും. ലോകത്തില് ധാരാളം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. ഒന്നും നമ്മൾ നേരത്തെ മുമ്പേ പഠിച്ചുകൊണ്ടല്ല ഈ ലോകത്തിലേക്ക് വന്നത്. ധാരാളം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. നമുക്ക് പലരിൽ നിന്ന് പഠിക്കാൻ പറ്റും. നമ്മുടെ സ്നേഹിതനിൽ നിന്ന് പഠിക്കാം, അയൽക്കാരനിൽ നിന്ന് പഠിക്കാം. അങ്ങനെ പലരിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. എങ്ങനെയാ വേണ്ടതെന്ന്. അപ്പോ നമ്മൾ എവിടുന്ന് പഠിക്കണം? നമ്മൾ പഠിക്കേണ്ടത് ഈ കർത്താവിൽ നിന്ന് പഠിക്കണം, യേശുവിൽ നിന്ന് പഠിക്കണം. ഈ സാഹചര്യത്തിൽ യേശു എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ പഠിക്കണം. പഠിച്ചിട്ട് അതിന് നമ്മളെ വിധേയനാക്കി കൊടുക്കുക. കാരണം കൂടുള്ള കർത്താവ് നമ്മളെ കൊണ്ടുപോകും, നമ്മളെ നയിക്കും. നമ്മുടെ കുറവുകളെ പരിഹരിച്ച് അവൻ കൊണ്ടുപോകാൻ വിശ്വസ്തനാണ്. പക്ഷേ അവന് കീഴടങ്ങുന്നില്ലെങ്കിൽ കർത്താവ് അത് ചെയ്യുകയില്ല. കർത്താവ് ആരെയും
നിർബന്ധിച്ച് ഒരു കാര്യവും ചെയ്യിക്കത്തില്ല. അപ്പോ അനുസരിക്കണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് വെച്ചു. വേദപുസ്തകത്തിൽ ഇന്ന കാര്യത്തിന് ഇന്നത് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഗൈഡൻസ് വേദപുസ്തകമാണ്. ആ വേദപുസ്തകത്തിലുള്ളത് പരിശുദ്ധാത്മാവ് ഓരോ സമയത്തും ഓരോ പ്രത്യേക സമയത്തും നമ്മൾ യേശു ഇന്നതാണ് ചെയ്തതെന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മളെ കാണിച്ചു തരും. നമ്മൾ പരിശുദ്ധാത്മാവിന് വിധേയനാണെങ്കിൽ, ഇല്ലെങ്കിൽ കാണിച്ചു തരത്തില്ല. അപ്പോ പരിശുദ്ധാത്മാവ് നമ്മെ കാണിച്ചു തരുന്ന കാര്യം യേശു ആയിരുന്നെങ്കിൽ ഇന്ന പോലെയാണ് ചെയ്യുന്നത് കുഞ്ഞെ എന്ന് പറഞ്ഞ് നമ്മളെ കാണിച്ചു തരുന്ന കാര്യം അതുപോലെ ചെയ്യാനായിട്ട് നമ്മളെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോ ആ വിധേയത്വം അവിടെ വേണം. കൊടുക്കുമ്പോ യേശു പോയ വഴി നമുക്ക് തെളിഞ്ഞു വരും. അതുപോലെ നമുക്കും പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഈ ലോകത്തിലെ ഏത് കാര്യത്തിനും നമുക്ക് പ്രയാസം ഉണ്ടാകുകയില്ല. നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കും പലതും. പക്ഷേ യേശു ഇതിലേ പോയി. നമ്മള് ആരാണ്? യേശുവിന്റെ ശിഷ്യനാണ്. ശിഷ്യൻ ഇതിലേ പോട്ടെ. ഗുരു പോയിടത്തൂടെ പോകണം. ഗുരു പോയിടത്തൂടെ പോവുകയാണെങ്കിൽ ശിഷ്യൻ കറക്റ്റായിട്ടുള്ള വഴി കൂടെ പോകും. ഗുരു പോയതിന് ഓപ്പോസിറ്റ് ആയിട്ടാ പോകുന്നെങ്കിൽ ശിഷ്യന് അത് ഫില്ല് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്താ പറയുന്ന അവകാശപ്പെടുന്നത് എന്താണ്? നമ്മളെ ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് എന്നാണ് നമ്മൾ ഓരോരുത്തരും അവകാശപ്പെടുന്നത്. എന്നാൽ നമ്മള് ആ ക്രിസ്തുവിനെ അനുഗമിക്കാതിരിക്കുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളിലും കോംപ്ലിക്കേഷൻസ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രത്യേക കാര്യത്തിൽ ഓരോ കാര്യവും നമ്മുടെ മുമ്പിൽ വരും. ഓരോ കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ വരുമ്പോ ഈ കാര്യത്തിൽ യേശു എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ കാണണം. യേശു എന്ത് ചെയ്തു അത് നമ്മൾ കാണുക. കണ്ടുപിടിച്ചു യേശു എന്താ ചെയ്തതെന്ന്. നമുക്ക് വേറെ ഒരു കാര്യമില്ല, അത് ചെയ്യുക. യേശു ഇന്ന പോലെ ചെയ്തു, അത് നമ്മൾ ചെയ്യുക. യേശു നമുക്ക് മുന്നോടിയാണ്. അപ്പോഴേ നമുക്ക് യേശു മുന്നോടിയാകുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് യേശു മുന്നോടിയല്ല. ആ മുന്നോടി ചെയ്തതുപോലെ നമ്മൾ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരും. ഏറ്റവും ധന്യമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതം സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയും, സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരിമാരെയും ഉത്സാഹിപ്പിക്കുകയാണ്. അവൻ പറഞ്ഞത്, ഞാൻ സൗമ്യതയും ഹൃദയത്തിൽ താഴ്മയുള്ളവനും ആയതുകൊണ്ട് എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. അവന്റെ കൂടെ നമുക്ക് പോകാം. ഈ യേശുവിനോട് ചേർന്ന് നമുക്ക് പോകാം. എളുപ്പമായില്ലേ? നമുക്ക് അത് ഒരു പറച്ചിലായിട്ടല്ല, നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ആകണം. നമ്മളത് പ്രാക്ടീസ് ആക്കണം. അത് നമ്മൾ പ്രാക്ടീസ് ആക്കുകയാണെങ്കിൽ നമ്മള് കർത്താവിന്റെ വചനങ്ങൾക്ക് കീഴ്പ്പെട്ടവനായി, കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുന്നവനായി നമ്മൾ തീരും. അതാണ് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മളെ പൂർണ്ണമായിട്ട് നമുക്ക് കീഴടക്കി കൊടുക്കാം. എത്ര പ്രയാസം ഉണ്ടായാലും കർത്താവെ, അവിടുത്തെ ഇഷ്ടം, അവിടുന്ന് എന്ത് ചെയ്തുവോ അത് കണ്ട് അത് ചെയ്യാനായിട്ട് ഞാൻ എന്നെ താഴ്ത്തുന്നു. കർത്താവെ, അവിടുന്ന് എന്നെ സഹായിക്കണമേ. അവിടുത്തെ ഹെൽപ്പ് ഇല്ലാതെ, കർത്താവിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റത്തില്ല.
നമുക്ക് കഴിവില്ല, നമ്മൾ കഴിവില്ലാത്തവരാണെന്നുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്തിട്ട് കർത്താവിൽ നിന്ന് അതിനുള്ള ശക്തി പ്രാപിച്ച് നമ്മൾ ചെയ്യണം. അതിനായിട്ട് നമ്മളെ കീഴടക്കി കൊടുക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മൾ മത്തായി സുവിശേഷം 14 അധ്യായം കേൾക്കുമായിരുന്നല്ലോ. ഞാൻ വിചാരിക്കുന്നത് പലപ്പോഴും നമുക്ക് ആശ്വാസം കണ്ടെത്താനുള്ള ഒരു ഏക വഴി എന്ന് പറയുന്നത് താഴ്മയാണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകാറില്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഫൈറ്റ് ചെയ്ത് ഒരു യുദ്ധം ചെയ്ത് ജയിക്കാനാണ്, ഒരു യുദ്ധം ചെയ്ത് അവിടെ ഒരു സമാധാനം കൊണ്ടുവരാനാണ് പലപ്പോഴും. കാര്യം ഞാൻ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്താൽ നമുക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകുന്ന പലപ്പോഴും നമ്മൾ അറിഞ്ഞും അറിയാതെയും പറയുന്നത്. നമ്മൾ ആ 28-ാമത്തെ വാക്യം വായിക്കുമ്പം കർത്താവ് വാസ്തവത്തിൽ അറിയുന്നുണ്ട് നമുക്ക് ആശ്വാസം ആവശ്യമുണ്ട്. പക്ഷെ അതിന് നമ്മൾ ഒത്തിരി അധ്വാനിക്കുകയും ഭാരപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്നതിന്, നിങ്ങൾ താഴ്മയുള്ളവരാണെങ്കിൽ നിങ്ങൾ ആശ്വാസം കണ്ടെത്തും. നമ്മൾ കേട്ട ക്രിസ്തീയ ജീവിതത്തിന്റെ ഈ ഒരു 3 രഹസ്യങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക, ആ കാര്യം കേൾക്കുമായിരുന്നു. എന്റെ മനസ്സിൽ കൂടെ പോയത് എങ്ങനെയാണ് ഈ ഒരു താഴ്മ, ഈ ഒരു കാര്യം പഠിക്കുക എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഇഷ്ടം ഓരോ സിറ്റുവേഷനിലും യേശു ചെയ്ത പോലെ. ഈ ജേക്കബ് ആ കാര്യം പറഞ്ഞു, ദൈവത്തിന്റെ യേശു ആണെങ്കിൽ എങ്ങനെ ചെയ്യുമായിരുന്നു. കർത്താവിന് വേണ്ടി ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, നമുക്ക് പലപ്പോഴും യേശുവിനെ പോലെ കർത്താവിന് വേണ്ടി കാത്തിരിക്കാനായിട്ടും അല്ലെങ്കിൽ യേശുവിനോട് ഒരു ഒപ്പീനിയൻ ചോദിക്കാനായിട്ടും, കർത്താവ് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ കൂടെ, എന്റെ മുന്നിൽ ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നു, ഞാനിവിടെ എന്തോ ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒരു ആശ്രയ മനോഭാവം എന്നിൽ എത്രയുണ്ട്. പലപ്പോഴും നമ്മൾ ഈ പല കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്ത് അവസാനം വലിയ കുളമായി കഴിയുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കാനും നിലവിളിക്കാനും ഒക്കെ തുടങ്ങുന്നത്. പലപ്പോഴും അതൊരിക്കലും നമുക്ക് ആശ്വാസത്തിന്റെ വഴിയായിട്ട് പലപ്പോഴും തീരാറില്ല. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ തന്നെ പ്രശ്നവും നമുക്ക് ചുറ്റുമുള്ളവർക്ക് അതിന് വലിയ പ്രശ്നങ്ങളാണ് പലപ്പോഴും നമ്മളവർ ഉണ്ടാക്കുന്നത്. എന്നാ കേട്ട പോലെ ഇനി പറഞ്ഞ പോലെ ഒരു താഴ്മയും നമ്മൾ അതിന്റെ ഓക്സ്ഫോർഡിലുള്ള ഡിക്ഷണറിയിലുള്ള മീനിങ്ങിലല്ല കർത്താവ് നമ്മൾ കേട്ട പോലെ ഈ ഒരു കർത്താവിനെ തന്നെ ചാട്ടവാറെടുത്ത് ആ നിലയിൽ പ്രതികരിക്കുന്ന ഒരാളിനെ നമ്മൾ കാണുമ്പം, സന്ദീപ് പറഞ്ഞ പോലെ ആളുകൾ എന്നെ പറ്റി എന്തോ വിചാരിക്കും, ഇതാണോ താഴ്മ, ഇങ്ങനെയാണോ ഒരാളായിരിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പം വാസ്തവത്തിലുള്ള താഴ്മ എന്ന് പറയുന്നത് ഇത് എന്നെ പറ്റി ഈ വിഷയത്തിന് മുന്നിലുള്ള ദൈവത്തിന്റെ ഹിതം ഇതാണ്. ഞാൻ വിചാരിക്കുന്നത് അതാണ് താഴ്മ എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവേ, അങ്ങ് എന്നെ കുറിച്ച് ഓരോ സമയങ്ങളിലും ഞാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എന്റെ മക്കളോട് എങ്ങനെ ഇടപെടണം, എന്റെ വീട്ടിലുള്ളവരോട് എങ്ങനെ ഇടപെടണം, ഏത് നിലയില് സ്നേഹം തന്നെ ഈ പറഞ്ഞ പോലെ സ്നേഹം ചില സമയങ്ങളിൽ കരുതലായും സ്നേഹമായും ഒക്കെ വരുന്ന പോലെ തന്നെ ചില സമയങ്ങളിൽ അത് കാർക്കശ്യമായും ചില കൺട്രോളുകൾക്ക് അതിന് കീഴ്പ്പെടുക തന്നെ. അത് തന്നെയാണ് കർത്താവ് പറയുന്നതും. അത് ഒരു യോക്ക്, യേശുവിന്റെ യോക്ക് നമ്മൾ വഹിക്കുന്നതിലൂടെ കൂടെയാണ്. അപ്പൊ പ്രകാരം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടമുണ്ട്, അതിന് എഗനിസ്റ്റ്, അതിന് ക്രോസ് ആയിട്ട്, അതിന് അതിന്റെ മേളില് ദൈവത്തിന്റെ ഇഷ്ടം ഓരോ സമയങ്ങളിൽ കർത്താവെ അത് ചൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആശ്വാസവും സമാധാനം ഉണ്ടാകുന്നത്. അപ്രകാരം ഈ ഒരു ദൈവത്തിന്റെ ഇഷ്ടം ഈ ഒരു കാര്യത്തിൽ കർത്താവെ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് അതിന് കീഴടങ്ങി കർത്താവെ അത് മതി എന്ന് പറയാനും അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാര്യം നമ്മൾക്ക് പല കാര്യങ്ങളുടെയും പിന്നില് ഇങ്ങനൊരു ഇന്ന നിലയിലായിരിക്കണം ഞാൻ ഈ കാര്യം ചെയ്യാൻ പോകുന്ന ഒരു ധാരണ പലപ്പോഴും കാണും. എന്നാൽ അവിടെ ഒരു ആശ്വാസവും കാണത്തില്ല. നമ്മുടെ സർവ്വശക്തി എടുത്ത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ പല സമയങ്ങളിലും സഭയിലൂടെയും സഹോദരന്മാരിലൊക്കെ ദൈവത്തെ ശ്രദ്ധിക്കുമ്പം അതല്ല അതിന്റെ വഴി. യു ഹാവ് ടു ഹംബിൾ യുവർസെൽഫ്. നീ ഇവിടെ നിന്നെ തന്നെ ദൈവഹിതത്തിനായിട്ട് താഴ്ത്തുക എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ താഴ്ത്തുമ്പോഴാണ്
നമ്മൾ ദൈവത്തിന്റെ ഹിതം ആ വിഷയത്തിൽ അറിയുന്നത്. അവിടെയാണ് നമുക്ക് എത്ര ആശ്വാസമാണ്. അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കും, കർത്താവെ, ഞാൻ എത്ര ഈ കാര്യത്തെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഈ കാര്യം ചെയ്തു പോയിരുന്നെങ്കിൽ എത്ര 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 പ്രയാസങ്ങളിലേക്ക്, എത്ര എത്ര ദുരന്തമായി തീരുമാനം. എന്നാൽ യേശുവിന്റെ കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ചെയ്യുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന സാധ്യതകൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയാം. അപ്രകാരം ആ താഴ്മയിൽ, അതിന്റെ ഈ പറയുന്ന നമ്മൾ ലോകം പറയുന്ന ഒരു താഴ്മയല്ല, കർത്താവിന്റെ താഴ്മ തന്നെ, യേശുവിന്റെ താഴ്മ തന്നെ കാണുവാൻ, അത് പഠിക്കുവാനായിട്ടും ഞാനും ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ ഓരോ ദിവസം സഹായിക്കും. യേശു നമ്മെ വിളിക്കുന്നത് യേശുവിന്റെ മുഖം ഏറ്റെടുക്കുവാനാണ്. കർത്താവ് സൗമ്യതയും ഹൃദയത്തിൽ താഴ്മയും വിനയശീലനുമായതുകൊണ്ട് ആ കർത്താവിന്റെ മുഖം ഏറ്റെടുത്ത് കർത്താവിനെ പിൻപറ്റാനാണ് പറയുന്നത്. അപ്പം കർത്താവിനെ പിൻപറ്റാനായിട്ട് നമ്മൾ തന്നെ കഴിവില്ല. കർത്താവിനോട് തന്നെ ചോദിച്ച് കർത്താവിൽ നിന്നും ശക്തി പ്രാപിച്ച് വേണം യേശുവിനെ പിൻപറ്റാനായിട്ട്. അപ്പം നമ്മുടെ സ്വന്തം ജഡത്തെ അവിടെ ക്രൂശിക്കേണ്ട ആവശ്യമുണ്ട്. ക്രൂശ് എന്ന് പറയുമ്പോൾ ഒരു വെർട്ടിക്കൽ പ്ലാങ്ക് ഉണ്ട്, അത് ദൈവത്തിന്റെ ഹിതമാണ്. അത് വന്ന് പരിശുദ്ധാത്മാവിന്റെ വാള്, ആ ഹിതം വന്ന് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലാങ്ക്, നമ്മുടെ ഹിതം, അതിനെ കട്ട് ചെയ്ത് അങ്ങനെ മാത്രമേ താഴ്മ നമ്മുടെ ജീവിതത്തിൽ വരത്തുള്ളൂ. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയും. പരിശുദ്ധാത്മാവ് യേശുവിനെ നമുക്ക് കാണിച്ചു തരും. ആ യേശുവിനെ പിൻപറ്റണം, യേശുവിന്റെ മുഖമെടുത്ത് യേശുവിനെ പിൻപറ്റാനായിട്ട്, കർത്താവിന് ശക്തി പ്രാപിക്കാനും അങ്ങനെ ജീവിക്കാനായിട്ട് ക്രിസ്ത്യ ജീവിതം താഴ്മ 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 3 സീക്രട്ട് അത് തന്നെയാണ്. അങ്ങനെ പോകാൻ ദൈവം നമ്മളെ സഹായിക്കണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഒരു ഭാഷ നമ്മുടെ ദൈവത്തിന്റെ അവസരത്തിന് ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഫസ്റ്റ് പീറ്റർ chapter 5 verse 5. Likewise, ye younger, submit yourselves unto the elder. Ye all of you be subject one to another, and be clothed with humility. For God resisteth to the proud, and giveth grace to the humble. നമ്മൾ കേട്ടത് താഴ്മയെ കുറിച്ചാണ്, ഹ്യൂമിലിറ്റി. ഞാൻ വായിച്ച ഏതൊരു പുസ്തകത്തിലാണെന്ന് തോന്നുന്നു ഞാൻ വായിച്ചത്, ദൈവം കർത്താവ് ഈ ലോകത്തായിരുന്നപ്പോൾ പിതാവായ ദൈവത്തെ പ്രസാദപ്പെടുത്തിയത് വിത്ത് സ്പിരിറ്റ് ഓഫ് മീക്ക്നെസ്. ആ ഒരു താഴ്മയാണ് പിതാവായ ദൈവത്തെ പുത്രനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ, ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ഹ്യൂമിലിറ്റി. കാരണം ദൈവം പറയുന്നത് നമ്മൾ എത്രത്തോളം നമ്മൾ നിഗളിക്കുന്നു അത്രത്തോളം ദൈവം നമ്മളെ റെസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ നമ്മൾ എത്രത്തോളം നമ്മളെ തന്നെ ദൈവത്തിനെ താഴ്ത്തുന്നു, അപ്പം ദൈവം നമ്മളെ ഹിസ് ഫേവർ ഇസ് ഫോർ us, ദൈവത്തിന്റെ ഫേവർ നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ ഈ താഴ്മ ലഭിക്കുന്നത് ടോട്ടൽ ഒബീഡിയൻസ് ടു ഗോഡ്. നമ്മൾ ദൈവ വചനത്തില് നമ്മൾ വിശ്വസിക്കുകയും ദൈവവചനത്തെ നമ്മൾ അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഒരു ഹ്യൂമിലിറ്റി നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, ആ ഒരു താഴ്മ. ഒബീഡിയൻസ് ആണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം. കാരണം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലും 2-ാം അധ്യായം അതിന് 5 മുതൽ 8 വരെയുള്ള അതിലും നമ്മൾ കാണുന്ന അത് തന്നെ, ഒരു ടോട്ടൽ സറണ്ടർ ആൻഡ് ടോട്ടൽ ഒബീഡിയൻസ്. പിതാവായ ദൈവം തന്നെ ഏത് ഉദ്ദേശത്തിനാണോ മറിയാമിന്റെ ഉദരത്തിലാക്കി ഈ ലോകത്ത് അയച്ചത്, അത് നിറവേറ്റാൻ വേണ്ടി എന്ത് സഹിക്കാൻ റെഡിയായിട്ടാണ് പുത്രൻ ഈ ലോകത്തിൽ വന്നത്. അതുകൊണ്ട് വ്യക്തമായി നമുക്ക് ആ ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ കാണാനായിട്ട് ദാസവേഷം എടുത്ത് തനിക്കുണ്ടായിരുന്ന എല്ലാ റൈറ്റ്സും എല്ലാ പ്രിവിലേജസും എല്ലാം മാറ്റി വെച്ചിട്ടാണ് ഒരു പുത്രന്റെ വേഷം, ഒരു ദാസവേഷം എടുത്ത് ഈ ലോകത്ത് നമ്മളെ രക്ഷിക്കാനായിട്ട്, പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന നമ്മളെ രക്ഷിക്കാനായിട്ട് ദൈവം വന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവന്റെ സ്നേഹം കൊണ്ട്. കാരണം നമ്മൾ വായിക്കുന്നത് ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ദൈവം നമ്മളെ കാണുകയും ദൈവം നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഞാൻ
ആ, ഈ ഒരു ഹ്യൂമിലിറ്റി, ഈ ഒരു ഒബീഡിയൻസ് ഞാൻ ആഗ്രഹിക്കുന്നു. ആ, കാരണം നമ്മുടെ ജഡം എപ്പോഴും ആ, ആ ഒരു ആ, ഇപ്പം നമ്മള് ആ, നിലം ഉഴുന്ന കാര്യം പറഞ്ഞു അവിടെ. ആ, ജേക്കബ് ബ്രദറും സന്ദീപ് ബ്രദറും എല്ലാം പറഞ്ഞ് ആ രണ്ട് ആ രണ്ട് ഭാഗവും ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് പോയാൽ മാത്രമേ ആ ശരിയായ രീതിയിലുള്ള ആ ഒരു കിള അവിടെ നടക്കത്തുള്ളൂ. അല്ലാതെ ഒന്ന് താന്നു ഒന്ന് പൊങ്ങിയാണേല്, അല്ലെങ്കിൽ ഒന്നിന് വയ്യ, ഒന്ന് ഹെൽത്തി ആണ് ഒന്ന് അൺഹെൽത്തി ആണേലും ആ പ്രോസസ് അവിടെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരിക്കലും നടക്കത്തില്ല. അതൊരു ഒന്ന് ഹെൽത്തി ആയിരിക്കണം, രണ്ട് ആ ഈക്വൽ ബാലൻസ് കീപ്പ് ചെയ്താൽ മാത്രമേ ആ നില ഉയരുന്നതാണേലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകത്തുള്ളൂ. പക്ഷെ അവിടെയും ആ, അവിടെ ഒരു യൂണിറ്റിയാണ് കാണിക്കുന്നത്, ഒരു ഐക്യമത്യമാണ് അവിടെ കാണിക്കുന്നത്. അത് ഐക്യമത്യം നമുക്ക് യൂണിറ്റി നൽകുന്നതും പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മൾ കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ആ ഒരു യൂണിറ്റിയിൽ നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോഴേ നമുക്ക് താഴ്മ, ഒബീഡിയൻസ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. എല്ലാത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റാണ്. ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് അനുസരിക്കാനും അത് നമ്മളെ താഴ്മയിലേക്ക് നമ്മളെ നയിക്കത്തുള്ളൂ. അതില്ലാതെ നമ്മൾ നമ്മുടെ സ്വന്തം ജഡത്തില് നമുക്ക് എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു പക്ഷേ ഒരു പ്രാവശ്യം അല്ലെ രണ്ട് പ്രാവശ്യം ജയിക്കുമായിരിക്കും. പക്ഷെ അത് ഓരോ പ്രാവശ്യം കഴിയുന്തോറും നമ്മൾ അതിൽ ഫെയിലായി പോകത്തേ ഉള്ളൂ. കാരണം നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധിയിലും ജ്ഞാനത്തിലും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതിലാണ് നമ്മൾ ഊന്നുന്നത്. പക്ഷെ നമ്മൾ താഴ്മയിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അവിടുന്നാണ് നമുക്ക്, കാരണം സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് നമ്മുടെ ഉറവുകളൊക്കെയും വീഴുന്നത് കർത്താവിൽ നിന്ന. ആ സോഴ്സ് അല്ലെ എല്ലാ നല്ല ദാനങ്ങളുടെയും തികഞ്ഞവരെല്ലാം പിതാവിൽ നിന്നാണ് വരുന്നത്, വെളിച്ചങ്ങളുടെ ദൈവം പിതാവിൽ നിന്നാണ് വരുന്നത്. പക്ഷെ അതെല്ലാം നമുക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹ്യൂമിലിറ്റി വേണം, താഴ്മ വേണം. ഞാനത് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഒരു താഴ്മയിൽ ജീവിപ്പാൻ, ഒരു സൂപ്പർഫിഷ്യൽ അല്ലെങ്കിൽ ആൾക്കാരെ കാണിക്കാനല്ല. അത് ഇച്ചിരി കഴിയുമ്പം ആ സത്യാവസ്ഥ പുറത്തു വരും. പക്ഷെ അതല്ല. ബട്ട് ഇറ്റ്സ് വെരി ഹാർഡ്. കാരണം ഈ ഡൈ ടു സെൽഫ്, നമ്മൾ നിരന്തരം നമ്മൾ മരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറയുന്ന താഴ്മയും അനുസരണവും ഇതെല്ലാം ലിങ്ക്ഡ്, ഇതെല്ലാം പരസ്പര പൂരകമായ കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഹ്യൂമിലിറ്റിയിൽ ജീവിക്കാനായിട്ട്. ആ ഒരു ഹ്യൂമിലിറ്റി, സ്പിരിറ്റ് ഓഫ് മീക്ക്നെസ് അതിൻ്റെ ജീവിതത്തിൽ വേണം. അത് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് അത് വേണം. ആ ഒരു അതിൽ കൂടി ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെല്ലാം സഹായിക്കും. അപ്പോൾ ഈ 11:29 വാക്യം എന്ന് പറയുന്നത് പക്ഷേ ബൈബിളിന്റെ ഒരു സാരാംശം എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു വാക്യമാണ്. ഞാൻ പലപ്പോഴും ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് വാക്യം പറയാറുള്ളത്. നമ്മൾ ഒരു അല്പം വെറൈറ്റി ആകുന്നെങ്കിൽ നമ്മൾ പറയുന്നതിനോട് പരമാവധി സത്യസന്ധമായിട്ട് പറയുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ അതിനകത്തുണ്ട്. ഏത് രീതിയിൽ നമ്മൾ ആ വാക്യം ഇന്റേണലൈസ് ചെയ്തു എന്നുള്ളത് പക്ഷേ 2 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ ഏറ്റവും അടുത്ത് വലിയൊരു സുഹൃത്താണെങ്കിൽ പുള്ളി പ്രിൻസിപ്പൽ ആയിട്ട് അപ്രൂവലിന്റെ പേപ്പറുകളൊക്കെ ആയി പ്രിൻസിപ്പലിന്റെ പോസ്റ്റിന് വേണ്ടി അപ്രൂവലായി. അന്നേരം പുള്ളിക്ക് സ്വാഭാവികമായിട്ടും ക്രിസ്ത്യനാണ്, നല്ല പ്രാർത്ഥനാശീലമുള്ള ഒരു ബ്രദർ കൂടിയാണ്. അന്നേരം എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്നേരം എന്തൊക്കെ കൺസേൺസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കുറച്ച് പേപ്പേഴ്സ് ഒക്കെ നീക്കാൻ വേണ്ടി എനിക്കുള്ള കോണ്ടാക്ട്സ് ഒക്കെ വെച്ച് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ജസ്റ്റ് അയച്ചു കൊടുത്ത ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ബൈബിളിലെ നിങ്ങളിൽ ആര് യജമാനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും മറ്റുള്ളവരുടെ ദാസനായിരിക്കണം എന്നുള്ള ഒരു കോട്ടാണ് ഞാൻ അയച്ചു കൊടുത്തത്. അന്നേരം ഇപ്പൊ ഈ പറഞ്ഞ വാക്യമായിട്ട് അത് നല്ല രീതിയിൽ ഇന്റർലിങ്ക്ഡ് ആയിട്ട് നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ജസ്റ്റ് എൻ്റെ ലൈഫിൽ നിന്ന് ഇപ്പോൾ റീസെന്റ് ആയിട്ട് സംഭവിച്ചൊരു കാര്യം തന്നെ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ബൈബിളിൽ പോലും പലപ്പോഴും പരാമർശിക്കപ്പെടുന്ന
ആന്തരിക മനുഷ്യൻ. ഇപ്പൊ സത്യവ്രതം തൊട്ട് എനിക്ക് ആ റെഫറൻസ് എനിക്ക് അറിയത്തില്ല ഏതൊക്കെയാണ് പണ്ട് വായിച്ചിട്ടുള്ളത്, ഇപ്പോഴും വായിക്കുമ്പോഴൊക്കെയുള്ള ആന്തരിക മനുഷ്യനെ കുറിച്ചുള്ള റെഫറൻസ് പല പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്. ഈ ആന്തരിക മനുഷ്യനിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പിന്നെ സൗമ്യതയും അതുപോലെ തന്നെ എളിമയൊക്കെ ഉണ്ടാകേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തൊട്ട് മുമ്പ് പറഞ്ഞ അരുൺബ്രത പറഞ്ഞായിട്ട് ഒരു പെയിന്റ് മാത്രമാണ്, ജസ്റ്റ് ഒന്ന് ചിരണ്ടുമ്പോഴത്തേക്കും അത് ഇളകി പോകുന്നൊരു അവസ്ഥയിലേക്ക് മാറും. ആ ആന്തരിക മനുഷ്യനിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആ ദൈവം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആ ഒരു സൗമ്യതയും താഴ്മയും ഉണ്ടാകുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. അത് ആ, ആ, അത്ര നിസ്സാരമല്ല. അതിന് പ്രാർത്ഥനാശീലവും ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ദാനവും എല്ലാം കൂടി വേണം. അതിന് നമുക്ക് മുഖാന്തരമാകട്ടെ എന്നും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇന്നിവിടെ കേൾപ്പിച്ച ക്രിസ്ത്യ ജീവിതത്തിലെ 3 രഹസ്യം എന്ന് പറഞ്ഞു ഒരൊറ്റ വാക്ക് 3 പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിലേതോ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഹ്യൂമിലിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ള ഒരു 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 ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടോ, ഇറ്റ് ഇസ് എ ഹ്യൂമിലിറ്റിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈഡ്. ഇറ്റ് ഇസ് എ പ്രൈഡ് ദാറ്റ് an angel was converted into a devil. അത് നമുക്കറിയാവുന്ന സംഗതിയാണ്. ആദ്യമേ ഈ ദൈവദൂതരിലെ ഒരു ഈ സംഗതി കയറി വന്ന ഈ പ്രൈഡ് എന്ന് പറയുന്ന സാധനം ഗോഡ് ഹാസ് കട്ട് ഓഫ്. അത് ദൈവസന്നിധിയിൽ ഇഷ്ടമില്ലാത്ത ഒരു യോജിക്കാത്ത ഒരു സംഗതിയാണ്. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെതായ ആ ആ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇന്ന് ഞാനൊരു വാക്യം വായിച്ചായിരുന്നു. പ്രോവർബ് 15-ന്റെ ഏറ്റവും അവസാനം 33-ാമത്തെ വാക്യം, ദ ഹമ്പിൾ. ആ വാക്യം ഒന്ന് 43 വിത്ത് ദ അത് അതെ 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 അതെ. അതായത് ആൻഡ് ബിഫോർ ഹോണർ ഈസ് ഹ്യൂമിലിറ്റി. മുമ്പേ വരേണ്ടത് ഹ്യൂമിലിറ്റി ആണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാനം, ഹോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ മാനിക്കണമെന്നുണ്ടെങ്കിൽ. ഇതുപോലെ ഇത് ഞാനൊരു പ്രസംഗം സാക്കിൻ്റെ കേട്ടു. ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ ഏതോ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെന്ന് മുട്ടുവോ, അത് പിന്നെ തൻ്റെ ഓപ്പോസിറ്റ് വന്ന ആളിൻ്റെതാണ് തെറ്റ്. പക്ഷെ ഇദ്ദേഹം സാക്ക് പറഞ്ഞു, തെറ്റ് അവരുടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ബ്രദർ സാക്ക് പറയാം ഐ ആം സോറി. അതെന്തൊരു അത് ഈ കൊണ്ടുവന്ന് ഇടിച്ച ആളിനും അറിയാം, ബ്രദർ സാക്കിനും അറിയാം. ബ്രദർ സാക്ക് എളുപ്പമെടുത്ത് പറഞ്ഞു ഐ ആം സോറി എന്ന് പറഞ്ഞു തന്നെ അവിടെ സംഗതികളെല്ലാം ശരിയായി അങ്ങ് പോയി. അതൊരു ഹ്യൂമിലിറ്റിയുടെ ഒരു പാർട്ടാണ്. പിന്നെ ഇന്ന് പല സംഗതികളും ഇവിടെ വായിച്ചു. ഫിലിപ്പി ലേഖനത്തിൽ 2-ാം അധ്യായം പിന്നെ വളരെ നല്ല വാക്യങ്ങളാണത്. ഈ ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന സംഗതി എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നവരാണ്. അതിന് കർത്താവിൻ്റെതായ ഹ്യൂമിലിറ്റി ഞാൻ അനുകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ബീയിങ് ഫൗണ്ട് 2-ന്റെ 8 കേട്ടോ. ആൻഡ് ബീയിങ് ഫൗണ്ട് ഇൻ അപ്പിയറൻസ് ആസ് എ മാൻ ഹി ഹംബിൾഡ് ഹിംസെൽഫ്, became obedient to the point of death, even the death on a cross. കർത്താവ് നമുക്കൊരു മാതൃക വെച്ച് പോയിരിക്കുന്നു. ഈ സ്വർഗരാജ്യത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയാണ് പ്രൈഡ്. സൗരം പലപ്പോഴും ഇവിടെ എന്നോട് പറയാറുണ്ട് വട്ടപൂജ്യം. ഇപ്പം ആജുകൽ മിൽത്താനായി ദാറ്റ് വേർഡ്. ഇപ്പം പുള്ളിക്കാരൻ അത് വളരെ കുറച്ചേ പറയാറുള്ളൂ. ചില ദിവസം പറയാറേ ഇല്ല. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ അജി ബ്രദറും പറയാറുണ്ട് വേറൊരു വാക്യം,
റിപ്പൻറ്റൻസ്, റിപ്പൻറ്റൻസ്, മാനസാന്തരം, മാനസാന്തരം. ഇത് രണ്ടും കേൾക്കുന്നതിന് എനിക്ക് ഇച്ചിരി എൻ്റെ എൻ്റെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു വാക്യമാണ് പൂജ്യമാകാൻ, ഒരു വട്ടപൂജ്യമാകാൻ. കർത്താവിൻ്റെതായ സന്നിധിയിൽ വേണ്ടാത്ത ഒരു സംഗതിയാണ് പ്രൈഡ്. അതിന് പകരം, ആ പ്രൈഡിന് പകരം ആ താഴ്മ എൻ്റെ ജീവിതത്തിൽ വരുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനു മുമ്പൊക്കെ ഞാൻ ആരോടും പറയത്തില്ല, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ പറയാറുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ ഞാൻ ഇന്നും പറയുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം ലഭിച്ച നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ കേട്ടത് താഴ്മയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കേട്ടത്. അതിൽ നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ മത്തായി 11:29 തൊട്ട് ബാക്കി അങ്ങോട്ടുള്ള വാക്യങ്ങളെല്ലാം താഴ്മയെക്കുറിച്ച് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കേട്ടത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നാണ് മനസ്സിലാകുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും താഴ്മ ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇന്ന് ഈ വാക്യങ്ങൾ കേട്ടപ്പോഴാണ് മനസ്സിലായത്. എന്നെ സംബന്ധിച്ചോളം താഴ്മ എന്ന സംഭവം എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ സമ്മതിച്ചു കൊടുക്കാത്ത കാര്യങ്ങളാണ്. കാരണം അത് അമ്മയുടെ മുമ്പിലാണ് എപ്പോഴും തർക്കം ഉണ്ടാകുന്നത് താഴ്മയെക്കുറിച്ച്. കാരണം എന്നോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറയുന്ന എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു സെയിം ടോണിലായിരിക്കും. പക്ഷെ ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ ആ ഒരു ടോൺ ഒരു അഹങ്കാരത്തിന്റെ സ്വരത്തിൽ എപ്പോഴും എന്നോട് പറയും എനിക്ക് ഭയങ്കര അഹങ്കാരമാണ്. അത് അമ്മ മാത്രമല്ല, വീട്ടില് പപ്പയാണേലും അമ്മയാണേലും പറയും എനിക്ക് ഭയങ്കര അഹങ്കാരമാണ്. അത് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ എൻ്റെ ടോൺ ചെറിയ രീതിയിൽ വ്യത്യാസം വരുമ്പോൾ ആ ഒരു താഴ്മയുടെ ആ ഒരു അതിലല്ലായിരിക്കും ഞാൻ പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ കേട്ടത് താഴ്മയെക്കുറിച്ചാണ് കേട്ടത്. അപ്പം എനിക്ക് ഇന്ന് മനസ്സിലായി നമ്മുടെ ലൈഫിൽ ഇത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം തന്നെയാണ് താഴ്മ. നമ്മള് ഞാൻ എപ്പം ചർച്ച വന്നിട്ടുണ്ടോ അന്ന് തൊട്ട് കേൾക്കുന്ന കാര്യങ്ങൾ ഈ താഴ്മയെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും ഒക്കെ തന്നെയാണ്. വേറൊരു സഭയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളും ഈ പാപത്തിനെ കുറിച്ചൊന്നും നമുക്ക് പറഞ്ഞു തരത്തില്ല. അവര് പാപത്തിനെ കുറിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ക്ഷമിക്കുമെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ ഈ ഒരു CFC എന്ന സഭയിൽ നമുക്ക് പാപം എന്താണെന്നോ എങ്ങനെ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കണം എന്ന് വരെ പഠിപ്പിച്ചു തരുന്ന ഒരു സഭയാണ്. ഇത് ഈ ഒരു സഭയെ കിട്ടിയിട്ട് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇനിയും താഴ്മ വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.